ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ യാത്ര കോതാട് ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അങ്ങോട്ടേക്കാണ്. ബെൻസ് ഹോം സ്റ്റേ എന്നാണ് അതിൻ്റെ പേര്. ഇന്നിപ്പോൾ അവിടേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്കൊന്ന് വിട്ടാലോ? എല്ലാവർക്കും അറിയാവുന്ന പോലെ കണ്ടെയ്നർ റോഡിലേക്ക് എടുക്കുക. അപ്പോൾ കണ്ടെയ്നർ റോഡിൽ നിന്ന് നമ്മുടെ ആസ്റ്റമഡി സിറ്റിയിലേക്ക് പോണ വഴിക്ക് എടുത്തിട്ട്, അപ്പോൾ കണ്ടെയ്നർ റോഡിൻ്റെ അടിയിൽ കൂടെ അണ്ടർ പാസിൽ കൂടെ റൈറ്റ് എടുത്ത് അത് സ്റ്റെപ്പ് തന്നെയുള്ളൊരു ലെഫ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന വഴി അതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലായിടത്തും അങ്ങോട്ടേക്കുള്ള ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഞാൻ വെറുതെ ഈ വഴി കൂടെ പോകുന്നതിൻ്റെ കേസ് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ നോക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് വരുന്ന നേരത്ത് ഈ വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും, അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ആകെ ഡൗട്ടായി. ഒരു ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റൈറ്റ് ഇത് പോകണോ നേരെ പോകണോ? ബോർഡ് നോക്കിയപ്പോഴത്തേക്കും റൈറ്റ് ആയിരിക്കും. എന്നാൽ പിന്നെ റൈറ്റ് പോവാം. പിന്നെ അങ്ങോട്ടേക്കുള്ള റൈറ്റ് എടുത്തു. അപ്പോൾ ഇതാണ് കവാടം വരുന്നത്. പ്രത്യേകിച്ച് ബോർഡൊന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതേക്ക് കയറുന്നു. ഇപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഹോം സ്റ്റേയുടെ മെയിൻ റൂം. ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ കാണും. ഇതാണ് ഇവരുടെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ അവരുടെ കൂട് കൃഷിയുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിക്കാം. ഇതിപ്പോൾ അത് സ്റ്റേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരെല്ലാവരും വന്നു. അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി മൊത്തം ഒന്ന് കാണാം. ഇതാണിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടുകളെല്ലാം നടക്കുന്നത്. പിന്നെ അത് ഇതിൻ്റെ ഉടമ പുള്ളിയുടെ തന്നെ വീടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടെ വേറെ ബോട്ടൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചിയുടെ സ്വന്തം അഹങ്കാരമായ വാട്ടർ മോട്ടോർ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുവാണ്. താഴെ പോയി താഴെ പോയടാ. അപ്പോൾ ഇതാണ് ഇവരുടെ കൂട് കൃഷിയിലേക്കുള്ള എൻട്രൻസ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തിന്നടിച്ച് താഴെ കിടക്കും. താഴെ കായലാണ്, ഫുള്ള് ചെളിയാണ്, പണി പാളും. ഇതാണ് ഒരു ചീനവല അതിൽ വരുന്നത്. മോട്ടർ വെച്ചിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് താഴത്തേക്കൊന്ന് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കുക. അപ്പോൾ കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പല പല മീനുകളാണ്. ഇടയ്ക്കിടെ താറാവും കിടപ്പുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇതാണ് അവിടെ മെയിൻ ബെൻസ് ഹോം സ്റ്റേയുടെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേ. അപ്പോൾ അതൊന്ന് നടന്ന് കാണാം നമുക്ക്. ഇത് ബാത്റൂം. ആഹാ, ഇത് കൊള്ളാലോ വൈബ്. മൊത്തം മൺവെട്ടിയൊക്കെയാണല്ലോ മറ്റേ ക്ലാസ്സിൽ. അത് കൊള്ളാം. നൈസ്. റൂമിൽ നല്ല വ്യൂ. അതെ, അപ്പുറത്ത് റൂമിൽ
ആ ഓ അരിവാളിൻ്റെ പീപ്പി. ആ ഇത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിരുന്നു അല്ലേ? കൊട്ട വെച്ചിട്ട് ആ ഓ എ സി ഒക്കെ ഉണ്ടല്ലേ? ആ എ സിയിലാണ്ട് പറ്റുകയല്ലേ, ചൂടല്ലേ? ആ ഇത് കുറച്ചുകൂടി നല്ല വ്യൂ ആണ്. എവിടെ അപ്പോൾ അങ്ങനെ ആ സ്റ്റേ ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ദേ പോകുന്നു വീണ്ടും ഒരു ബാർജ് എന്ന് എന്നോട് പറഞ്ഞത്. അത് നമ്മുടെ ഫാക്ടറിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും മെട്രോ. അപ്പോഴത്തേക്കും എന്തായാലും സമയം ഉച്ചയായി. അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് എന്തായാലും ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ പയ്യെ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് നീങ്ങാൻ പോവാം. അപ്പോൾ ഇതാണ് ഹൗസ് ബോട്ടിലേക്കുള്ള വഴി. അപ്പോൾ വലുതും കിടക്കുന്ന എല്ലാം ഇപ്പം വലുത് കിടക്കുന്ന അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആറാം തമ്പുരാൻ കണിമംഗലം അപ്പോൾ ഇന്ന് ഹൗസ് ബോട്ട് എടുത്തിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് കോതാട് നിന്നാണ് ഇറങ്ങുന്നത്. ചെന്നൂർ വരാപ്പുഴ സ്ഥലത്തേക്കൊക്കെയാണ്, ആ സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ ഡ്രൈവർ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കടമുക്കുടി നോർത്തിലേക്കുള്ള യാത്രയിലാണ്. അതെ, കായലോര സഞ്ചാരം വിനോദ വിജ്ഞാന ഇനി ചേട്ടൻ അതെ, നമുക്ക് ചേട്ടന്റെ വാക്കുകളിലേക്ക് കയറാം. നമ്മള് പെരിയാർ നദിയിലൂടെ വേമ്പനാട് കായലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പെരിയാർ നദിയാണ് ഇത്. കടമുക്കുടി വില്ലേജ് ആണ്. ഇവിടെ ഒരു 14 ദ്വീപുകളുടെ കൂട്ടമാണ് കടമുക്കുടി വില്ലേജ്. അതിൽ ഏതാനും ചില ദ്വീപുകളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്ര. വേമ്പനാട് കായലിൽ ചെല്ലും, അവിടെ ചെന്നിട്ട് തിരിച്ച് പെരിയാർ നദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. 256 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തുകൂടി മാത്രമേ നമ്മൾ യാത്രയുള്ളൂ. നമുക്ക് 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂറുള്ള യാത്രയാണ്. അപ്പോൾ ഇനി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തിയറായിപ്പോവും. ഓക്കെ, ബൈ ബൈ.